ഹായ്, ഞാൻ അദീബ്. പ്രീമിയം സ്മാർട്ട് ഫോൺ ബ്രാൻഡായ OnePlus ഈ അടുത്തിടെ ലോഞ്ച് ചെയ്ത ഫോണായിരുന്നു OnePlus Nord 5G. ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് ഏറ്റവും വില കുറഞ്ഞ 5G സ്മാർട്ട് ഫോണായിരുന്നു ഈ OnePlus Nord. 24,999 രൂപയായിരുന്നു ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഈ പ്രൈസിങ്ങിൽ ചെറിയൊരു ഉഡായിപ്പ് OnePlus കാണിച്ചിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ OnePlus ഈ അടുത്തിടെ ലോഞ്ച് ചെയ്ത OnePlus Nord 5G എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് OnePlus Nord വരുന്ന ബോക്സ്. ഒരു ബ്ലാക്ക് കളർ ബോക്സിലാണ് OnePlus Nord വരുന്നത്. 12GB 256GB ഗ്രേ Onyx വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ MRP കൊടുത്തിട്ടുണ്ട്. 29,999 രൂപയാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന MRP. പിന്നെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു വൺ ലിസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഈ ബോക്സിൽ ഫോൺ കൂടാതെ ബാക്കി എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഫോണാണ് വരുന്നത്. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് സിം എജക്ടർ ടൂള്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സേഫ്റ്റി ഇൻഫർമേഷൻ ആൻഡ് വാറണ്ടി കാർഡ്, ഒരു വെൽക്കം ലെറ്റർ, പിന്നെ നോഡിൻ്റെ ബ്രാൻഡ് സ്റ്റിക്കർ, ഹയസ്റ്റ് സാർ വാല്യൂ ആൻഡ് പ്ലാസ്റ്റിക് റീസൈക്കിൾ കാർഡ്, പിന്നെ റെഡ് കേബിൾ ക്ലബ്ബ് മെമ്പർഷിപ്പ് കാർഡ്, പിന്നെ ഫോൺ കേസ്, ഒരു 5 വോൾട്ട് 6 ആംപിയറിൻ്റെ ചാർജിങ് അഡാപ്റ്റർ, ടൈപ്പ് സി കേബിൾ. ഇത്രയുമാണ് ബോക്സിൻ്റെ അകത്തായിട്ട് വരുന്നത്. ഈ ഫോൺ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. 184 ഗ്രാമാണ് ഇതിൻ്റെ ഭാരം വരുന്നത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 15.83 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 7.33 സെൻറ്റിമീറ്ററും തിക്നെസ് 0.82 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് മാർബിൾ ബ്ലൂ, ഗ്രേ ഒനിക്സ് എന്ന 2 കളർ വേരിയൻ്റിലായിരുന്നു ഈ ഫോൺ വന്നത്. ഈ അടുത്തായിട്ട് ഗ്രേ ആഷ് എന്ന കളർ വേരിയൻറ്റും കൂടെ OnePlus കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 3 കളർ വേരിയൻറ്റിൽ OnePlus Nord അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഈ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടണും അലേർട്ട് സ്ലൈഡറും കൊടുത്തിട്ടുള്ളത്. ഈ അലേർട്ട് സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് ഫോൺ സൈലൻറ്റിലോട്ട് മാറ്റാനും വൈബ്രേറ്റ് മോഡിലോട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. ഇത് എല്ലാ ഫോൺസിലും നോട്ടിഫിക്കേഷൻ ബാറിൽ ഈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഫിസിക്കൽ ബട്ടണായിട്ട് OnePlus ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വോളിയം ബട്ടൺസ് വരുന്നുണ്ട്. ഫോണിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്യുവൽ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് 2 സിം മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. എക്സ്റ്റേണൽ ആയിട്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഫോണിൽ OnePlus നൽകിയിട്ടില്ല. പിന്നെ സിം കാർഡ് സ്ലോട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പ്രൈമറി മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ട്, പിന്നെ സ്പീക്കർ. ഇത്രയുമാണ് ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്നത്. സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഡോൾബി സപ്പോർട്ട് ഇല്ല. എന്നിരുന്നാൽ പോലും നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് പോർട്ട് നൽകിയിട്ടില്ല. അതിന് പകരമായിട്ട് ടൈപ്പ് സി ഇയർഫോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലുള്ള ഡിസൈൻ നമ്മൾ യൂഷ്വലായിട്ട് റിയൽമി ഫോൺസിൽ കണ്ടുവരുന്ന പോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഫോണിലും OnePlus നൽകിയിരിക്കുന്നത്. ഈ OnePlus, റിയൽമി, ഓപ്പോ, വിവോ ഈ ബ്രാൻഡ്സ് എല്ലാം BBK ഇലക്ട്രോണിക്സ് എന്നൊരു കമ്പനിയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ റിയൽമി ഫോൺസിലുള്ള ഡിസൈൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ OnePlus Nordലും കാണാൻ സാധിക്കും. റിയൽമി ഫോൺസിൽ വരുന്ന പോലത്തെ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഇതിനൊരു LED ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് OnePlusൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. താഴെ OnePlusൻ്റെ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്ന ഡിസ്പ്ലേനെ കുറിച്ച് നോക്കാം. 6.44 ഇഞ്ചിൻ്റെ ഒരു ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലാഗും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ ഫേസ് ലോക്ക് ഉണ്ട്. ഫേസ് ലോക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 90 Hz റിഫ്രഷ് ആയിട്ട് വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ ഇതിൽ കോർണിംഗ് ഗൊറില്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള ബോർഡറാണ് ഈ ഡിസ്പ്ലേക്ക് ചുറ്റും വരുന്നത്. 20:9 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത്. അടുത്തായിട്ട് ഈ ഫോണിൽ വരുന്ന പ്രൊസസ്സറിനെ കുറിച്ച് നോക്കാം. Qualcomm Snapdragon 765G പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതൊരു 5G ചിപ്സെറ്റ് ആണ്. പിന്നെ ഇതിൽ വരുന്ന GPU നോക്കുകയാണെങ്കിൽ Adreno 620 ആണ് ഇതിൽ വരുന്ന GPU. LPDDR4X റാം ടൈപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. 4115 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. ആ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ OnePlus ബോക്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 0 to 70% അരമണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് OnePlus പറയുന്നത്. പക്ഷേ ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ ആവുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു 48 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. സോണി IMX 586 സെൻസറാണ് ഇതിൽ വരുന്നത്. f1.75 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത്. പിന്നെ ഇതിൽ EAS സപ്പോർട്ടുമുണ്ട്.
പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 119 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത്. f2.25 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും നൽകിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 4 ക്യാമറയാണ് ഈ ഫോണിൻ്റെ ബാക്സിലായിട്ട് വരുന്നത്. ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 1080p വീഡിയോസ് നോക്കുകയാണെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും 240 fps സ്ലോ മോഷൻ വീഡിയോസ് നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 32 മെഗാ പിക്സലിൻ്റെ സോണി IMAX 616 സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് നൽകിയിട്ടുണ്ട്. 105 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത്. f2.45 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത്. ടോട്ടൽ 2 ക്യാമറയാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വരുന്നത്. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫോണിൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷേ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 1080p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോഫ്റ്റ്വെയറിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ OnePlus നോഡ് ഔട്ട് ഓഫ് ദ ബോക്സ് Android 10 ആണ് വരുന്നത്. ഓക്സിജൻ OS ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. കസ്റ്റം OSൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് OS ആണ് ഓക്സിജൻ OS. അതുകൊണ്ട് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലയിൻസ് ഇല്ല. വളരെ നീറ്റ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പൊന്നും ഇതിൽ കുത്തി നിറച്ചിട്ടില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ കോൾസിനും കോൺടാക്ട്സിനും ഒക്കെ ഗൂഗിളിൻ്റെ ആപ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. നോർമൽ OnePlus ഫോൺസിൽ കോൾസിനും കോൺടാക്ട്സിനും അവരുടെ സ്വന്തം ആപ്സാണ് കൊടുക്കാറുള്ളത്. ഇവിടെ ഗൂഗിൾ ആപ്സ് കൊടുത്തത് എനിക്ക് കുറച്ചും കൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അടുത്തായിട്ട് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സിനെ കുറിച്ച് നോക്കാം. ഗൈറോസ്കോപ്പ്, ഇലക്ട്രോണിക് കോമ്പസ്, ആക്സിലറേഷൻ സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ലൈറ്റ് സെൻസർ, ഇതൊക്കെയാണ് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ്. പിന്നെ നോക്കുകയാണെങ്കിൽ OnePlus ഈ ഫോണിൽ NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റസ് ആൻഡ് ഓൺ സ്ക്രീൻ നാവിഗേഷൻ സപ്പോർട്ട് ഈ ഫോണിനുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. ഈ ഫോൺ ടോട്ടൽ 3 വേരിയൻറ്റിലാണ് വരുന്നത്. 6GB 64GB വേരിയൻറ്റിന് 24,999 രൂപയും 8GB 128GB വേരിയൻറ്റിന് 27,999 രൂപയും 12GB 256GB വേരിയൻറ്റിന് 29,999 രൂപയുമാണ് വരുന്നത്. ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് OnePlus സ്റ്റാർട്ടിംഗ് പ്രൈസ് 24,999 രൂപയ്ക്ക് 5G ഫോൺ കിട്ടുന്നുണ്ട് എന്നാണ് അവർ പരസ്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ ഈ വേരിയൻറ്റിൽ ചെറിയൊരു ഉടായ്പുണ്ടായിരുന്നു. ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് 6GB 64GB എന്ന വേരിയൻറ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടില്ല. 2-3 മാസങ്ങൾക്ക് ശേഷമേ ഈ വേരിയൻറ്റ് സെയിലിൽ വരുള്ളൂ എന്നാണ് OnePlus പറഞ്ഞത്. ഈ 8GB 12GB മാനുഫാക്ചർ ചെയ്ത OnePlusന് 6GB 64GB വേരിയൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? അതുമാത്രമല്ല, ഈ 6GB 64GB വേരിയൻറ്റ് എടുക്കുന്നതൊരു വൻ മണ്ടത്തരമായിരിക്കും. കാരണം 25,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ 25,000 രൂപയാണ് OnePlus എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 25,000 രൂപയ്ക്ക് 5G ഫോൺ എന്ന് പറഞ്ഞിട്ടാണ് അവർ അഡ്വർടൈസ്മെൻറ്റ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ 6GB 64GB സ്റ്റോറേജ് വേണ്ടി എടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ ഫോണിൽ എക്സ്റ്റേണൽ ആയിട്ട് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ OnePlus നൽകിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് 64GB ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോറേജ് ഫുള്ളായി കഴിയും. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അത്ര വലിയ ഹെവി യൂസറൊന്നുമല്ല ഞാൻ, ഒരു നോർമൽ യൂസേജിനാണ് ഫോൺ എടുക്കുന്നത്, എനിക്ക് 64GBൻ്റെ സ്റ്റോറേജ് തന്നെ ധാരാളമാണെന്ന്. സപ്പോസ് നിങ്ങൾ ഈ ഫോൺ സെയിൽ ചെയ്യാമെന്നിരിക്കട്ടെ. ഈ ഫോൺ വാങ്ങാൻ വരുന്ന ആൾക്ക് ഇതേ മൈൻഡ് സെറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ സ്റ്റോറേജ് വേരിയൻറ്റിന് റീസെയിൽ വാല്യൂ കുറയും. അപ്പോൾ മിനിമം ഒരു 128GB വേരിയൻറ്റെങ്കിലും നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾ ഈ പ്രൈസ് റേഞ്ച് നോക്കണം, 25,000 രൂപയ്ക്ക് മേലെയാണ് വരുന്നത്. അപ്പോൾ ഈ OnePlus നോട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 25,000 രൂപ എന്നുള്ളത് OnePlus മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ OnePlus നോട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 27,999 രൂപയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ OnePlus നോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ 8GB 128GB വേരിയൻറ്റ് 27,999 രൂപയ്ക്ക് എടുക്കുക. നിങ്ങളെ കയ്യിൽ ടൈറ്റ് ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വേരിയൻറ്റ് എടുക്കുക. അല്ല നിങ്ങളെ കൊണ്ട് എക്സ്ട്രാ ഒരു 2,000 രൂപ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 12GB 256GB സ്റ്റോറേജ് വേരിയൻറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ ഈ എക്സ്ട്രാ കൊടുക്കുന്ന ഈ 2,000 രൂപയ്ക്ക് നമുക്ക് 4GB റാം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ 128GB സ്റ്റോറേജും എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 2,000 രൂപയുടെ പ്രൈസ് റേഞ്ച് നോക്കിയിട്ട് 8GB 128GB സ്റ്റോറേജ് വേരിയൻറ്റ് എടുക്കരുത്. 2,000 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 12GB 256GB സ്റ്റോറേജ് വേരിയൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. ഈ OnePlus നോഡിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചില യൂട്യൂബേഴ്സ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു ടിൻഡ് ഇഷ്യൂ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ ഈ ഫോൺ ആമസോണിൽ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് എടുത്തത്. എൻ്റെ കയ്യിൽ ഈ ഫോൺ കിട്ടിയപ്പോൾ യാതൊരുവിധ ടിൻഡ് ഇഷ്യൂ എനിക്കില്ലായിരുന്നു.
ഞാൻ ഈ ഫോൺ 2 ആഴ്ചത്തോളം ഉപയോഗിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫോൺ സെയിൽ ചെയ്തിട്ട് OnePlus 8 എന്നൊരു മോഡൽ എടുത്തു. OnePlus 8 എടുത്തപ്പോൾ OnePlus 8 ഭയങ്കര ഹെവി ആയിരുന്നു. പിന്നെ അതിലൊരു എഡ്ജ് ഡിസ്പ്ലേന് വരുന്നത്. ഫോൺ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറ്റാൻ ഒരു സംഖ്യ വരും എന്നുള്ള മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ആ ഫോൺ വിൽക്കുകയാണ് ചെയ്തത്. വിറ്റിട്ട് പിന്നെ നോഡ് എടുക്കാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്തപ്പോൾ ഗ്രേ കളർ വേരിയൻ്റ് ഇല്ലായിരുന്നു, മാർബിൾ ബ്ലൂ കളർ വേരിയൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ആമസോണിൽ കുറേ വെയിറ്റ് ചെയ്തിരുന്നു. 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ടും ആ ഒരു വേരിയൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നാണ് OnePlus നോഡിൻ്റെ 12GB 256GB സ്റ്റോറേജ് വേരിയൻ്റ് എടുത്തു. മാർബിൾ ബ്ലൂ കളറാണ് ഞാൻ എടുത്തത്. ആ ഫോൺ ഞാൻ ഒരു 5 മണി ആ റേഞ്ചിലാണ് എടുത്തത്. ഞാൻ അന്ന് രാത്രി ചെക്ക് ചെയ്തപ്പോൾ ഈ ഡിസ്പ്ലേ ടിൻ്റ് ഇഷ്യൂ ആ ഫോണിന് ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ ഡാർക്ക് മോഡ് ഇട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേയിൽ ടിൻ്റ് ഇഷ്യൂ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്പ്ലേൻ്റെ കളർ ഉണ്ടല്ലോ, ബ്ലാക്ക് കളർ, അത് ബ്ലാക്ക് ആയിരിക്കില്ല, ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം അത് അറിയാത്ത ഒരാളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം നമുക്ക് ടിൻ്റ് ഇഷ്യൂ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. ഞാൻ കസ്റ്റമർ കെയറിലോട്ട് വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്. അവർ ഒരു 2-3 മാസത്തിനുള്ളിൽ ഒരു അപ്ഡേറ്റ് തരും, അത് ഫിക്സ് ആവും എന്നാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലോട്ട് എടുത്തുകൊണ്ട് വരാൻ. കാരണം എൻ്റെ വീട് മലപ്പുറമാണ്. മലപ്പുറത്തുനിന്ന് ഞാൻ എറണാകുളത്തുള്ള സർവീസ് സെൻ്ററിലോട്ട് എങ്ങനെയാണ് പോവുക? അതും കോവിഡ് സിറ്റുവേഷനിൽ ഒരു ബസ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാനായിട്ട് 2 മാസം ഞാൻ വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യമായിരുന്നു എനിക്കപ്പോൾ ഉണ്ടായിരുന്നത്. ഈ ഡിസ്പ്ലേ ടിൻ്റ് ഇഷ്യൂ കാരണം നിങ്ങൾ ഈ ഫോൺ എടുക്കാണ്ടിരിക്കരുത്. OnePlusൻ്റെ ഒരു ചില മോഡൽസിൽ മാത്രമേ ഈ ടിൻ്റ് ഇഷ്യൂ ഉള്ളൂ. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ് OnePlus നോഡ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.